എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡാൽഗോണ കോഫിയാണ്. ഡാൽഗോണ കോഫി രണ്ട് രീതിയിലാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ക്ലാസിക് ഡാൽഗോണയും ഒന്ന് ഐസ്ഡ് ഡാൽഗോണയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടാലോ. നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര. അപ്പം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ചൂടുവെള്ളം ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ചേർക്കാം. ഞാനിവിടെ തണുത്ത വെള്ളമാണ് ചേർത്തേക്കുന്നത്. അതിനുശേഷം ബീറ്റർ വെച്ച് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലാത്തവർക്ക് സ്ട്രെയിനർ വെച്ചോ ഇല്ലെങ്കിൽ വിസ്കർ വെച്ചോ ഇത് വിസ്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ വെച്ച് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു കളറെന്ന് വെച്ചാൽ ഡാർക്ക് ബ്രൗൺ കളറിൽ ഇപ്പോൾ നമ്മുടെ കോഫിയുടെ കളറ് എടുത്തറിയാം. ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഇത് ഇതുപോലൊരു മിൽക്ക് ചോക്ലേറ്റ് കളർ ഇതുപോലെ വരും. പക്ഷെ എന്നിട്ടും കഴിഞ്ഞില്ല. നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജായ ഇച്ചിരിയും കൂടെ ലൈറ്റ് കളറായി ഈ ഒരു കളറിൽ വേണം നമ്മുടെ ക്രീം കിട്ടാൻ. പഞ്ചസാര നന്നായിട്ട് അലിയുന്നവരെ ഈ ഒരു പാകത്ത് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടുന്നവരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയോ വിസ്ക് ചെയ്യുകയോ ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ എല്ലാം 3 ടേബിൾ സ്പൂൺ സമമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് 2 1/2 ലിറ്റർ ജാറിലാണ് നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി അളവ് മതി. ആദ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഐസ്ഡ് ഡാൽഗോണ കോഫിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ഐസും ഞാനിതാ സിലിക്കോൺ ഐസ് ട്രേന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്തെടുത്ത് ഇടുവാണ്. എനിക്ക് ആക്ച്വലി ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിലും മേടിക്കാം. ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഈ ഒരു സിലിക്കോൺ ട്രേ എളുപ്പത്തിൽ ഇളകി വരും കേട്ടോ. പ്ലാസ്റ്റിക് ഐസ് ട്രേ പോലല്ല. സിലിക്കോണിൽ വെറുതെ ഒന്ന് പ്രസ് ചെയ്താൽ മതി, എളുപ്പത്തിൽ ഐസ് കിട്ടും. എനിക്കിൻ്റെ ഷേപ്പൊക്കെ ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാൻ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇതുപോലെ ആ ജാറ് നിറയുന്നവരെ ഞാൻ ഐസ് ഇട്ടുകൊണ്ടിരിക്കാം. ചെറുതാണ്, അതുകൊണ്ടാണ് ഓക്യുപ്പൈ ചെയ്യാത്ത നല്ല രീതിയിൽ എല്ലാ ഐസും ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഐസൊക്കെ ഇപ്പോൾ ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഞാൻ ഫ്രിഡ്ജ് വെച്ച തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തണുത്ത പാൽ ഒരു 3/4 കപ്പ് നിറയുന്ന വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. അതിനുശേഷം നമ്മുടെ ക്രീം വെച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് പാൽ വേണം. ബാക്കി നമുക്കിതുപോലെ ക്രീം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ ഒത്തിരി സിമ്പിളാണ്. ഇപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്നൊരു ഐസ് കോഫി ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഡാൽഗോണ കോഫി സെർവ് ചെയ്യാം. കോഫി കാണാൻ എന്താ ഒരു ഭംഗിയല്ലേ. താഴെ പാലിൻ്റെ ഒരു ലെയറും മണ്ടയ്ക്കൊരു ക്രീമും എന്ത് നല്ല രസമല്ലേ. അടുത്തത് നമ്മൾ ചൂട് പാലാണ് എടുക്കുന്നത്. അതൊരു 3/4 ജാറ് നിറയ്ക്കണം. അതിനുശേഷം ബാക്കി വന്ന ക്രീം ഇതുപോലെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ലെയറിലോട്ട്. ചൂടായതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ള സാധ്യതയുണ്ട് ക്രീം. അതുകൊണ്ട് ക്രീം പക്ഷേ നമുക്ക് കിട്ടും, നല്ല രസമാണ്. പക്ഷേ അതും കാണാൻ ഇതുപോലെ ആ ഒരു ലെയർ നമുക്ക് തിക്കായിട്ട് കിട്ടും. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മതി നമുക്ക് ഈ കോഫി ഉണ്ടാക്കിയെടുക്കാൻ. അത് നല്ലൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കോഫിയാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈയും ചെയ്യണം. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം എങ്ങനെയുണ്ടെന്ന്. ഈ ഒരു ക്രീമിൻ്റെ റെസിപ്പി റെഡിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണുത്ത പാലിലോ ഇല്ലെങ്കിൽ ചൂട് പാലിലോ രണ്ടിലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സിമ്പിളായിട്ടുള്ളൊരു ഡാൽഗോണ കോഫി റെസിപ്പിയാണ്. എന്താ ഭംഗിയല്ലേ കോഫി കാണാൻ. ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഓർഡർ ചെയ്തൊരു ഫീലാണ് എനിക്ക് വരുന്നത്. നിങ്ങൾക്കും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, എളുപ്പത്തിൽ വീട്ടിൽ.
തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.